ഇന്നലെ ഒരാളെ ഞങ്ങൾ പറയാണ് വെച്ചാൽ വർഷങ്ങളായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് മക്കളില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബ കൂട്ടായ്മയ്ക്ക് പോയപ്പോൾ ഒരു അമ്മ പറയാണ്, അച്ഛാ 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം തന്നൊരു കുഞ്ഞാണ്. ഇന്നത്തെ സുവിശേഷത്തിലും സ്നാപക യോഹന്നാന് വേണ്ടിയുള്ള ഒരു വൃദ്ധരായ ദമ്പതിമാരുടെ കാത്തിരിപ്പിന്റെ കഥയാണ് നമ്മൾ വായിച്ചു കേൾക്കുക. എലിസബത്ത് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ആളുകളുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് നീക്കി കളഞ്ഞു എന്ന്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും കാത്തിരിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും പ്രാർത്ഥിച്ച് മടുക്കുന്നവരാണ് നമ്മളൊക്കെ. ആഴ്ചകളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളുണ്ട്, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മളൊക്കെ അസ്വസ്ഥരാകാറില്ല. ഈ ദമ്പതികൾ നമുക്ക് വലിയ മാതൃകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പ്രാർത്ഥനയും വെറുതെ അല്ല എന്നുള്ളത്. നിന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്നുള്ളത്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്കും മടുപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന ചില കാത്തിരിപ്പുകൾ ആവശ്യമായിട്ട് വന്നേക്കാം. ഇവിടെയും പ്രതീക്ഷ കൈവിടാതെ നിന്റെ നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ടുള്ള ഒരു വലിയ വിശ്വാസം നിനക്കുണ്ട്. 12 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വിശുദ്ധ മോനിക്കയ്ക്ക് ഒരു വിശുദ്ധനായ മകനെ ലഭിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും പരിധി നിശ്ചയിക്കാതിരിക്കുക. എനിക്ക് ഇപ്പം നടക്കണം എന്നായിരിക്കും ആഗ്രഹം, പക്ഷേ എങ്കിലും നിന്റെ പദ്ധതികളും നിന്റെ പ്ലാനുകളും ഒക്കെ ഉണ്ടല്ലോ, ദൈവത്തിന്റെ സമയത്ത് നടക്കട്ടെ. എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ.